ഡൽഹിയിലെ CJP സമരം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, പല ആൾക്കാരും ഫോൺ ചെയ്ത് പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട്, നാളെ അല്ലെങ്കിൽ ഈ സമരത്തെ, അതായത് ധർമ്മേന്ദ്ര പ്രധാൻ എഡ്യൂക്കേഷൻ മന്ത്രി രാജിവെച്ച് കഴിഞ്ഞാൽ ഈ സമരം തീരില്ലേ? അതായത് സോനം വാങ്ചുക് അദ്ദേഹം നിരാഹാരം നിർത്തി, അപ്പോൾ സമരം തീർന്നില്ലേ എന്നൊക്കെ പല ചോദ്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആദ്യം നിങ്ങൾ ഈ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഹിസ്റ്ററിയും ഇപ്പോഴുള്ള ലോകത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കുക. അതാണ് മോദിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്. അതായത് സർവാധിപത്യം, ഏകാധിപത്യം ആ രീതിയിൽ അങ്ങ് പോയി. അതായത് ജനാധിപത്യമുള്ള ഒരു രാജ്യത്ത് ജനാധിപത്യം വിനിയോഗിക്കാൻ വേണ്ടി സ്പേസ് കൊടുക്കണം. അത് വലിയ ഘടകമാണ്. അതിൽ പ്രതിഷേധം ഉണ്ടാകാം, ക്രിറ്റിസിസം ഉണ്ടാകാം, അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകാം, മറ്റുള്ള പ്ലാറ്റ്ഫോമിലുണ്ടാകാം, പൊളിറ്റിക്കൽ പാർട്ടികൾക്കുണ്ടാകാം, ചില സംഘടനകൾക്കുണ്ടാകാം, ചില ഇൻഡിവിജ്വൽസ് ഉണ്ടാകാം, ആക്ടിവിസ്റ്റുകളുണ്ടാകാം. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ കഴിഞ്ഞ 12 വർഷം മോദി ഗവൺമെൻറ്റും BJPയും ചെയ്ത് ഇതിനെ മുഴുവനും അങ്ങ് അടിച്ചൊതുക്കുക. അപ്പം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു, ക്രിട്ടിസൈസ് ചെയ്യുന്നു, അതിനെ തൊലയ്ക്കുക, അവർക്കെതിരെ കള്ളക്കേസ് എടുക്കുക, ED കൊണ്ട് റെയ്ഡ് നടത്തുക, മറ്റുള്ള പരിപാടികൾ ചെയ്യുക, ഈ പറയുന്ന ഗോദി മീഡിയ മാത്രം നോക്കുക, മറ്റുള്ളതിനെ എല്ലാം ഇഗ്നോർ ചെയ്യുക, അവർക്കിഷ്ടമുള്ളത് നടപ്പിലാക്കുക. ഇപ്പോൾ E20യുമായി ബന്ധപ്പെട്ട് പെട്രോളിൻ്റെ അകത്ത് ഈ പറയുന്ന സാധനങ്ങൾ കലർത്തി, അങ്ങനെ മൾട്ടിപ്പിൾ പല ഇഷ്യൂ ഉണ്ട്. രാമക്ഷേത്രത്തിൻ്റെ ഇഷ്യൂ, നിങ്ങൾ ഈ നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ജന്തർ മന്ദിറിൽ നടന്നത്, അതായത് വരാനുള്ള വലിയൊരു പൂരം, അതിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണ് നിങ്ങളിത് കണ്ടത്. ചെറുതായിട്ട് നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നവർക്ക് മനസ്സിലായ സാമ്പിളാണ് ഇത് കണ്ടത്. അത് ഏകദേശം 150-ൽ പരം സിറ്റികളിലാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. ഇന്ത്യയിൽ 150 സിറ്റികളിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അത് ചെറിയൊരു സംഭവമല്ല. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നുണ്ടായ ഒരു ഫോറം, കോക്രോച്ച് ജനതാ പാർട്ടി, അതിനെ കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഇഗ്നോർ ചെയ്ത്, ചെറുപ്പക്കാരാണ് കൂടുതലും. എന്തുകൊണ്ടാണ് ഈ സംഭവം പെട്ടെന്ന് ഇതിൻ്റെ സമരത്തിൻ്റെ, നമ്മൾ നാട്ടിൽ കേൾക്കുന്ന സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങളുണ്ട്, സമരത്തിൻ്റെ മുഖം മാറും, ഭാവം മാറും. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഭാവവും രൂപവും എല്ലാം മാറിയത്? അതായത് ഗവൺമെൻറ് ഇതിനെയാക്കി ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞ 40 ദിവസം കൊണ്ട്. ഇഗ്നോർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള സ്കാമുകൾ ഓരോന്നായിട്ട് പുറത്തു വന്നു. അതായത് അയോധ്യ ക്ഷേത്രം, അത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഐക്കോണിക്കാണ് ഈ സംഭവം. അവിടെ RSSും BJPയും കയറി അത് മോഷണം നടത്തി. ഇന്ന് വരെ ഗവൺമെൻറ് അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? എന്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അതിനെപ്പറ്റി ശബ്ദിക്കുന്നില്ല? അദ്ദേഹമല്ല ഇവിടെ പ്രതിഷ്ഠ നടത്താൻ പോയത്. ചാന്ദ ചോരി എന്ന് പറയുന്നത് ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് ഈ ഗവൺമെൻറ്റിനോടുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു. പിന്നെങ്ങനെ ഒരു ഹിന്ദു ഗവൺമെൻറ് ആവുന്നത്? മറ്റുള്ള ക്ഷേത്രങ്ങളിലെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരാൻ തുടങ്ങുവാണ്. ഇതൊക്കെ ആരാ ഭരിക്കുന്നത്? ഇവിടെയുള്ള RSSും BHP ഈ BJPയെ അനുകൂലിക്കുന്ന ഒരു BJPക്കാരാണ് ഇത് ഭരിക്കുന്നത്. അതേപോലെ തന്നെ E20, എത്രയോ വാഹനങ്ങൾ കേടായി. എവിടെ പോയി? നിതിൻ ഗഡ്കരിയുടെ ചലഞ്ചും പരിപാടിയൊക്കെ അവിടെ പോയി, നിശബ്ദനായിപ്പോയി. കാരണം അതിനകത്ത് തന്നെ മായമാണ്. അങ്ങനെ ഓരോ ഇഷ്യൂസും കയറി വന്നു. ഇതിനൊക്കെ സ്പേസ് കൊടുക്കണം, പ്രതിഷേധം നടക്കട്ടെ. അതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അതിന് മറുപടി കൊടുക്കണം ഗവൺമെൻറ്, പ്രോപ്പറായിട്ട് ഉത്തരം കൊടുക്കണം. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവനെ അങ്ങ് ബുൾഡോസ് ചെയ്യുകയാണ്. അവിടെയാണ് പ്രശ്നം. അതാണ് ഞാൻ ഈ പറയുന്നത്, സാമ്പിൾ വെടിക്കെട്ടാണിത് കണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ശക്തമാകും ഈ സംഭവം. അതായത് പൊട്ടിത്തെറി ഉണ്ടാകും. മോദിയുടെ വരാനുള്ള നാളുകൾ സമരങ്ങളുടെ ഭയങ്കര ഘോഷയാത്രയായിരിക്കും. എല്ലായിടത്തും സമരം നടക്കും. അതിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഡൽഹിയിൽ കാണിച്ച മഹാമണ്ടത്തരമല്ലേ പോലീസിനെ ഉപയോഗിച്ച് ബ്രൂട്ടാലിറ്റി ഇത്രയും ക്രൂരമായിട്ട് ചെയ്തത്. അതോടുകൂടി ഇന്ത്യയിൽ ഇതെല്ലായിടത്തും എത്തിച്ചേരുന്നേ ഉള്ളൂ. അതിൻ്റെ സോഷ്യൽ മീഡിയ ക്ലിപ്പിങ്സൊക്കെ അത് കണ്ടപ്പോഴല്ലേ മോദി ഭയന്നു പോയത്.
BJP ഭയന്നുപോയി. സോഷ്യൽ മീഡിയയിൽ മോദിക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അവനെ പിന്നെ അങ്ങ് അറ്റാക്ക് ചെയ്യുകയാണ്. ഇൻസ്റ്റയിലും ഈ പറയുന്ന ട്വിറ്ററിലാണ്, എക്സ് പ്ലാറ്റ്ഫോമിലും ഫേസ്ബുക്കിലും കാണുന്നത്. വല്ലാതെ അറ്റാക്ക് ചെയ്യുന്നു. നേരത്തെ ഇങ്ങനല്ലായിരുന്നു. മോദിയെ അനുകൂലിച്ച് അങ്ങ് പൊക്കിയെടുക്കുമായിരുന്നു. നേരെ യു ടേൺ അടിച്ചു. അതാണ് ഞാൻ പറയുന്നത്, തുടക്കം മാത്രമാണ്. ഇതിൻ്റെ കാര്യം എന്താ? എന്തുകൊണ്ടാണ് ഇത് തുടക്കം എന്ന് പറയാനുണ്ടായ കാരണം? എന്താണ് ഇന്ത്യയിലെ പ്രശ്നമെന്ന് പറയുന്നത്? ഇന്ത്യയുടെ യഥാർത്ഥ പ്രശ്നം അൺട്രസ്റ്റിലോട്ട് പോവുകയാണ്. ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണോ? ഒന്നാമത്തെ ഇഷ്യൂ എക്കോണമി തന്നെയാണ്. ഈ ചെറുപ്പക്കാർക്ക് ജോലിയില്ല. അതായത് ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടി. ഈ കറൻസിയുടെ വില കുറഞ്ഞു കഴിഞ്ഞപ്പം സാധനങ്ങൾക്ക് വില നോർമലായിട്ട് വില കൂടും. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് വില കൂടും. അത് പിന്നെ മാർക്കറ്റിൽ വരുമ്പോൾ അതിനും വില കൂടും. എല്ലാ സാധനങ്ങൾക്കും വില കൂടി. കാരണം പെട്രോളിയം പ്രോഡക്ട്സിന് വില കൂടുമ്പോൾ എല്ലാ എസൻഷ്യൽ ഗുഡ്സിനും വില കൂടും. അത് നോർമലാണ്. പക്ഷെ സാലറി കൂടിയിട്ടില്ല. 15,000, 20,000, 25,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവന് സാലറി കൂടിയിട്ടില്ല. അവനെങ്ങനെയാണ് ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് അവന് ജീവിക്കാൻ പറ്റുന്നത്? വലിയ ചോദ്യം. ഇപ്പോൾ ജന്തർ മന്ദർ നടന്ന ആ അജിറ്റേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ട കാര്യമാണ്. ആ അജിറ്റേഷൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രാധാന്യം, അതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ, അതായത് ഈ പറയുന്ന ആമസോണിലും അവിടെയൊക്കെ ഡെലിവറി ആയിട്ട് ജോലി ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. അവരെല്ലാം അതിനകത്ത് പങ്കെടുത്തു. എന്താ കാര്യം? കാരണം അവർക്ക് ഈ പറയുന്ന ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം ജോലി പോവുകയാണ് ഒരു ഭാഗത്തൂടെ. ബാങ്കുകളിൽ ജോലിയില്ലാതാകുന്നു. IT സെക്ടർ ആണെങ്കിൽ നാശക്കോടാലിയായിട്ട് പോകുന്നു. കയറി വന്ന് പലയിടത്തും ജോലിയില്ല. ഇപ്പം ഞാൻ താമസിക്കുന്ന ഭാഗത്ത് ഇവിടെ 8ഓളം കോൾ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതായത് കോൾ സെൻറ്റേഴ്സ് നിങ്ങൾക്കറിയാം എന്തുവാണ് സംഭവം. ആ 8ഓളം കോൾ സെൻറ്റർ കഴിഞ്ഞ 3 മാസം ഒരൊറ്റ എണ്ണമില്ല, മുഴുവനും അടച്ചുപോയി. ഒരൊറ്റ കോൾ സെൻറ്റർ ഇല്ലാതെ 8ഓളം കോൾ സെൻറ്റേഴ്സ്. ഏകദേശം ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 700-800 പേരവിടെ ജോലി. അതിൻ്റെ ഒരു കോൾ സെൻറ്ററിൻ്റെ ഉടമ എൻ്റെ ഫ്രണ്ടായിരുന്നു. അവൻ പറഞ്ഞു ജോലിയില്ലാതായി, ഇത്രയും പേർക്ക് ജോലിയില്ലാതായി. ഇത് സ്വാഭാവികം. ഇത് ഗവൺമെൻറ് മുന്നിൽ കാണേണ്ട സംഭവമാണ്. ഈ കോൾ സെൻറ്റേഴ്സിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് എത്ര സാലറി കിട്ടുന്നത്? അതേപോലെ ഇതിന് വേറെ പലതും പറയാം. എയർ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏവിയേഷൻ കമ്പനിയാണ്. എയർ ഇന്ത്യയുടെ പല ഡിപ്പാർട്ട്മെൻറ്റിന് അവർ സാലറി കൊടുക്കുന്നത് ഇപ്പോൾ 15-ാം തീയതിയാണ്. കാരണം കമ്പനി നഷ്ടത്തിലാണ്. സ്പൈസ് ജെറ്റ് ഏകദേശം പൂട്ടി. 6ഓളം മാസമായി അവരെ സാലറി കൊടുത്തിട്ട്. കാരണം ഞാൻ ഈ എയർപോർട്ടിനടുത്ത് താമസിക്കുന്നത്, അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഇങ്ങനെയാണ് ഓരോ സ്ഥിതിയും. ഗുഡ്ഗാവിലുള്ള പല IT കമ്പനി അവരുടെ സാലറി കൂട്ടി 2-3 വർഷമായി. ആ സെയിം സാലറിയിലാണ് പോകുന്നത്. എല്ലാ വർഷവും വീടിൻ്റെ വാടക കൂട്ടും, നോർമലാണ്. ഈ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഫീസ് കൂട്ടും, അത് നോർമൽ പ്രൊസീജിയറാണ്. സാധനങ്ങൾക്ക് വില കയറുകയാണ്. അതായത് ഇൻഫ്ലേഷൻ ഹൈ ആണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ലൈഫ്. ഇതാണ് ഇഷ്യൂ. ഇതിനെ എങ്ങനെയാണ് ഗവൺമെൻറ് ഇതാണ് ഫോർകാസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അതേപോലെ ഇന്ത്യയുടെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം നടക്കുന്ന മൺസൂൺ നടക്കുകയാണ്. ഏറ്റവും മോശമായ സമയമാണ്, ഏറ്റവും മോശമായ മൺസൂണാണ്. മഴയുടെ റേറ്റ് തോതിൽ ഭയങ്കരമായിട്ട് കുറവുണ്ടായി. ഈ മഴ കുറയുമ്പോൾ അത് ഇന്ത്യയുടെ അഗ്രികൾച്ചറിനെ ബാധിക്കും, അത് ഔട്ട്പുട്ടിനെ ബാധിക്കും. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഹിറ്റാവുന്ന ഈ കർഷകനെയാണ്. അല്ല വിളവ് കിട്ടാൻ പിന്നെ അവന് ജോലി ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ ഇത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ് ഈ സംഭവം. അപ്പം ഈ പറയുന്ന കർഷകരുണ്ട്, യുവാക്കളുണ്ട്, ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, അൺഎംപ്ലോയിഡ് ഉണ്ട്, യൂത്ത് ഉണ്ട്, സ്റ്റുഡൻ്റ് ഉണ്ട്. അതേപോലെ റിയൽ എസ്റ്റേറ്റ് നാശമായിട്ട് കിടക്കുക. ഓരോ സെക്ടർ നിങ്ങളെ എടുക്കുക, ഇവിടെ ഒന്നും ജോലി ക്രിയേറ്റ് ചെയ്യുന്നില്ല, ആളുകളൊന്നും വാങ്ങുന്നില്ല, പണമില്ല. ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തു. കാരണം ഇതുണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ മോദി ഗവൺമെൻറ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ GDP 7.3, 8.2 ഇതൊക്കെ പച്ചക്കളവിൽ. നിങ്ങൾ നോർമൽ ബുദ്ധി വെച്ച് ആലോചിച്ച് നോക്കുക. ഈ പറയുന്ന GDP ഗവൺമെൻറ് ഈ പറയുന്ന എക്കോണമി ബൂം ചെയ്യുമെന്ന് പറയുമ്പോൾ നോർമലായിട്ട് ജോലി ക്രിയേറ്റ് ചെയ്യത്തില്ലേ? എക്കോണമി ബൂം ചെയ്യുമ്പോൾ ജോലി ക്രിയേറ്റ് ചെയ്യും. അത് നോർമൽ പ്രൊസീജിയറാണ്.
പക്ഷെ ഇവിടെ ജോലി ഇല്ലാതാവുകയാണ്. അതാണ് ഗവൺമെൻറ് പറയുന്നത് മുഴുവനും കള്ളമാണ്. അപ്പം ഗ്രൗണ്ട് റിയാലിറ്റിയിൽ എന്താണ്? ഗ്രൗണ്ട് സീറോയിൽ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് പറയുന്നത് മുഴുവനും കള്ളം. അതായത് മോദി ഏറ്റവും കൂടുതൽ കള്ളം പറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ. കാരണം ബ്ലണ്ടറോട് ബ്ലണ്ടറാണ് കാണിച്ചു കൂട്ടുന്നത്. കള്ളങ്ങൾ മാത്രം പറയുന്ന ഒരാളാണ്. അപ്പം അതും കേട്ട് ഹിന്ദു മുസ്ലിം എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഇനി അത് വേണ്ട എന്നുള്ള ധാരണയിൽ ഇന്ത്യയിലെ യുവാക്കൾ ഇറങ്ങി അങ്ങ് തിരിച്ചു. കാരണം വിദേശത്തുള്ള പോസിബിലിറ്റി കുറഞ്ഞു. ഏത് വിദേശ രാജ്യത്താണ് ഇന്ത്യക്കാർക്ക് ഇനി പോയി ജോലി ചെയ്യാൻ പറ്റുന്നത്? അത് മോദിയുടെ ഡിപ്ലോമസി കൊണ്ട് അതും ഇല്ലാതായി. ഇന്ത്യക്കാരെ എതിർക്കുന്നു ഗ്ലോബലി. കാരണം എല്ലായിടത്തും ഇന്ത്യക്കാരെ എതിർക്കുകയാണ്. ഇതിൻ്റെ കാരണം മോദിയുടെ ഡിപ്ലോമസിയുടെ കൊളാപ്സാണ് ഇതിൻ്റെ കാര്യം. പിന്നെ ഫർദർ ഇന്ത്യക്കാരെവിടെ പോയി ജോലി ചെയ്യും? ഈ ചോദ്യങ്ങളാണ് മുന്നിൽ വരുന്നത്. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം യഥാർത്ഥ കോർ ഇഷ്യൂയിലോട്ടങ്ങോട്ട് വരും. ഈ പറയുന്ന നീറ്റ് എക്സാമിനേഷൻ കോറൊന്നും അല്ല, ഈ വിദ്യാർത്ഥികളുടെ കോർ ഇഷ്യൂ ഒന്നും അല്ലാതെ. പക്ഷെ അതൊരു ഇഷ്യൂ ആയിട്ട് കയറി വന്നു. അതിനെ ടാക്കിൾ ചെയ്യാൻ ഗവൺമെൻറ്റിന് പറ്റാതായി, കൊളാപ്സായി, അവരുടെ കയ്യിൽ നിന്ന് ഈ ഗെയിം പോയി. ഇതാണുണ്ട്. ഇനിയും വരാൻ പോകുന്ന അജിറ്റേഷൻസ് ഉണ്ട്. അതായത് 1 by 1 ആയിട്ട് ഇന്ത്യ മുഴുവനും കയറി വരും. അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റത്തില്ല. അവസാനം മോദി രണ്ടും കൽപ്പിച്ച് ഓടേണ്ടി വരും. ഇതേപോലെയാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത്, ഇതുപോലെയാണ് നേപ്പാളിൽ സംഭവിച്ചത്, ഇതുപോലെയാണ് ശ്രീലങ്കയിൽ സംഭവിച്ചത്. ഇതാണ് അൺട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ തകർച്ചയിലോട്ട് പോവുകയാണ് മോദി. ഇതിനൊരു എന്തുവാണ് സൊല്യൂഷൻ? അതായത് ഒരു എക്കോണമി അറിയാത്ത ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് നിർമ്മലാ സീതാരാമൻ. എന്തൊക്കെയോ പോഴത്തരം വിളിച്ച് പറയുന്നൊരു സ്ത്രീയാണ്. അവർക്ക് ഇതിൻ്റെ ബേസ് പോലും അറിയത്തില്ല. എന്നാൽ ഇന്ത്യക്കാരായ ഏറ്റവും മിടുക്കന്മാരെ എക്കണോമിക് മാനേജേഴ്സ് ഇല്ലേ, ഫിനാൻസ് മാനേജേഴ്സ് ഇല്ലേ, എന്തുകൊണ്ട് അവരെ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്ത് ശരിയാക്കുന്നില്ല? എവിടെയാണ് തെറ്റ് പറ്റിയത് അവിടെ റിപ്പയർ ചെയ്യുക. അതിന് പറ്റിയ കാലിബറൊന്നും ഈ മോദിക്കില്ല. ഒരു ഗുജറാത്തി ബിസിനസ്സുകാരൻ എങ്ങനെയാണ് ലോകത്തെ പറ്റി, ഇന്ത്യയെ പറ്റി ചിന്തിക്കുന്നത്? അത് അയാളുടെ ബിസിനസ്സും അയാളുടെ സ്റ്റേറ്റും. അതേപോലെ ഒരു ഗുജറാത്തി ഒരു കച്ചവടക്കാരനെ പോലെയാണ് ചിന്തിക്കുന്നത്. ഒരു ചായക്കടക്കാരൻ്റെ എക്കോണമി വെച്ച് ഇന്ത്യൻ എക്കോണമിയെ അളക്കരുത്. അത് ഒരു ചായക്കടയിൽ ചായ അടിക്കുന്നവൻ മുഴുവനും കള്ളമാണ് പറയുന്നത്. രാവിലെ നമ്മൾ പത്രം വായിക്കാൻ പോവുകയാണെങ്കിൽ ഓരോ വെടികളും സംഭവങ്ങളും നാട്ടിലെ നുണയും ഗോസിപ്പുകളുമാണ് പറയുന്നത്. ഒരു രാജ്യം നയിക്കാൻ ഈ ഗോസിപ്പ് കൊണ്ട് പറ്റില്ല. ഒരു രാജ്യം നയിക്കുക എന്ന് പറയുന്ന ചലഞ്ചാണ്. ചെറിയ ചലഞ്ചല്ല, വലിയ ചലഞ്ചാണ്. ആ ചലഞ്ചിന് നിങ്ങൾ എത്രമാത്രം ഈ വർഗീയതയും ഹിന്ദുത്വ പ്രീണനവും ഹിന്ദു മുസ്ലിം പറഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കും? ഇവിടെയാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് ഫ്ലോപ്പ് ഷോ എന്ന് പറയുന്നത്. നരേന്ദ്രമോദി ഇന്ത്യയുടെ ഏറ്റവും ഫ്ലോപ്പ് ഷോയാണ്, ഫ്ലോപ്പ് പ്രൈം മിനിസ്റ്ററാണ്. അത് പൂർണ്ണമായിട്ടും ഈ പറയുന്ന CJP പ്രൊട്ടസ്റ്റിൽ യുവാക്കൾ കാണിച്ചു കൊടുത്തു. കാർട്ടൂൺ രീതി എന്തോ തെറിയാ വിളിക്കുന്നത്. മോദിജി എന്ന് വിളിച്ചയാൾ എന്തൊക്കെ പച്ച തെറിയാ വിളിക്കുന്നത്. ഇതിന് കാരണക്കാരൻ മോദിയും ഈ പറയുന്ന BJPയും ഈ പറയുന്ന RSS. ഇവർക്ക് കിട്ടേണ്ടതാണ് കിട്ടിയത്. ഇവരൊക്കെ ഇന്ത്യയിലെ ജനം എടുത്ത് ദൂരെ കളയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.